കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. നമ്മളിന്നുണ്ടല്ലോ നല്ല ചൂടുകാലമുള്ള അപ്പോൾ ഒരു ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പുതിനോ മൊഹിറ്റോ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ബ്ലൂ കുറേഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ കാണിച്ചു തരാം. ബ്ലൂ കുറേഷ്യോ ഇത് ചേർത്തിട്ടും നിങ്ങൾക്ക് ബ്ലൂ കളറിൽ നമ്മൾ കടയിലൊക്കെ കിട്ടില്ലേ ആ രീതിയിലും തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് സോഡ വേണം. നല്ല ചിൽഡായിട്ടുള്ള ഒരു കുപ്പി സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പ്രൈറ്റ് വെച്ചിട്ടും ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ കേട്ടോ. പുതിനയുടെ ഇല വേണം. പുതിന മൊഹിറ്റോ ആയതുകൊണ്ട് തന്നെ പുതിനയുടെ ഇല കുറച്ചധികം വേണം. ഒരു 20-25 ഇലകൾ എടുത്തോളൂ. പിന്നെ 2 നാരങ്ങ, ഒരെണ്ണത്തിൻ്റെ ജ്യൂസ് എടുക്കണം. പിന്നെ ഇതിൽ കുറച്ച് സ്ലൈസുകളും വേണം. അപ്പോൾ ഇത് നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഓരോന്നും മതി. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 3 സ്ലൈസാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ നാരങ്ങേനെ ഇട്ട് കൊടുക്കാം 2 എണ്ണത്തിലും. ഇന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഇപ്പോൾ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 10 മുതൽ 12 ഇല വരെ ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതിനെ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പിഞ്ച്, ഒരു ചെറിയ 1/4 ടീസ്പൂണിൽ താഴെ മതി സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. പൊടിച്ച പഞ്ചസാര തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും കോല് വെച്ചിട്ട്, അധികം പ്രസ് ചെയ്യേണ്ട, ചില്ലിൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും ചതച്ചെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഇതിനകത്ത് തന്നെ ഈ കോല് വെച്ചിട്ട് ചെയ്യാറ്. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ആ പുതിനയും നാരങ്ങയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി ഈ ചതച്ചയിലേക്ക് ഉണ്ടല്ലോ, അപ്പോൾ പുതിനയുടെ എല്ലാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരണം. 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ഇനിയും സ്പ്രൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര ഇടണ്ട. ഞാനിപ്പോൾ 1 ഗ്ലാസ് സോഡയിലാണ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുതൽ 2.5 വരെ. ഇനി മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുള്ളൂ. ഇതിൽ ഞാൻ സ്പ്രൈറ്റാണ് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ. അപ്പോൾ ഇതിനെ നമുക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം ഇതിനകത്ത്. അപ്പോൾ ഇത് 3 ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണത്. ഒന്ന് ഞാൻ സ്പ്രൈറ്റ് ചേർത്തുണ്ടാക്കി, ഒന്ന് സോഡ ചേർത്തിട്ടുണ്ടാക്കി, ഒന്ന് സോഡയും ബ്ലൂ കുറേഷ്യയും ചേർത്തിട്ടുണ്ടാക്കി. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സോഡയും കുറച്ച് സ്പ്രൈറ്റും പഞ്ചസാരയുടെ പൊടി, നാരങ്ങ നീരൊക്കെ മതി. അപ്പോൾ പഞ്ചസാര ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.